അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്നത്തെയും പോലെയും ഇന്ന് ഞാൻ രാവിലെ എണീറ്റു. ചോറൊക്കെ തിളപ്പിച്ച് റൈസ് കുക്കറിലോട്ട് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ചായ ഇടാനാണ് പോകുന്നത്. ഇത് പശുവും പാലാണ്. ഇത് തിളപ്പിച്ച് തണുത്ത ശേഷം ഫ്രിഡ്ജിൽ വെച്ചേക്ക്. എന്നിട്ട് അടുത്ത ദിവസം ഇത് ക്രീം അരിച്ചെടുക്കും. എന്നിട്ടാണ് നമ്മൾ ചായ ഇടുന്നത്. ഈ ക്രീം ഇപ്പോൾ നിറഞ്ഞ് ഇനി അടുത്ത ദിവസം ഇതിന് നെയ്യ് ഉണ്ടാക്കും. ആ നെയ്യ് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും. അങ്ങനെ ചായനെ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇന്ന് ലഞ്ചിനുള്ള തോരന് വേണ്ടിയിട്ടാണ് കോളിഫ്ലവർ ക്ലീൻ ആക്കിയിട്ട് അതൊന്ന് കഴുകി എടുക്കുകയാണ്. ഇത് കഴുകിയ ശേഷം ഇതിലേക്ക് വെള്ളം കുറച്ചൊന്ന് എടുത്തിട്ട് ഇതിൽ മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കും. ഒരു തിള വരുമ്പോഴത്തേക്ക് താഴെ ഇറക്കി വയ്ക്കും. അത് കഴിഞ്ഞ് രാവിലെ കൊണ്ടുപോകാനുള്ള വെള്ളം ബോട്ടിലിൽ നിറയ്ക്കുകയാണ്. അത് കഴിഞ്ഞ ശേഷം കോളിഫ്ലവർ നല്ല തിളച്ചിട്ടുണ്ട്. അത് താഴെ ഇറക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കോളിഫ്ലവർ എല്ലാം അത് ഊറ്റി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി തോരന് വേണ്ടിയിട്ട് നമുക്കിനി താളിക്കാം. കോളിഫ്ലവർ എല്ലാം കട്ട് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. കടുക് പൊട്ടിച്ചിട്ട് അതിലേക്ക് നമുക്ക് അരിഞ്ഞ് സവോള ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോള എല്ലാം ഇട്ട് കൊടുത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഉള്ളി നല്ല രീതിയിലൊന്ന് വഴണ്ട് വന്ന ശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച കോളിഫ്ലവർ ഇതിലോട്ടൊന്ന് ഇനി തട്ടിക്കൊടുക്കാം. നല്ലൊരു റെസിപ്പിയാണ് കോളിഫ്ലവർ തോരൻ. എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഇതിന് വേണ്ടിയിട്ട് അരപ്പ് അതിലോട്ട് തട്ടി കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഒന്ന് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നല്ല രീതിയിലൊന്ന് മിക്സാക്കി അരപ്പൊക്കെ അതിൽ പിടിക്കുന്ന വിധം ഒന്ന് ഇളക്കി കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് ഞാൻ ഒരു മുട്ടയും കൂടെ ഇടുന്നുണ്ട്. മുട്ടയും കൂടെ ഇടുമ്പോഴത്തേക്കും നല്ലൊരു ടേസ്റ്റാണ് തോരന്. മുട്ട ഇട്ട് ഒന്ന് ചിക്കിയെടുക്കാം. അപ്പുറത്തേൽ മീനും കൂടെ പൊരിക്കാൻ വെച്ചിട്ടുണ്ട്. രാവിലെ എല്ലാവർക്കും കൊണ്ടുപോകുന്നതുകൊണ്ടാണ് നമ്മൾ രാവിലെ തന്നെ ലഞ്ചും പ്രിപ്പയർ ചെയ്യുന്നത്. അങ്ങനെ കോളിഫ്ലവർ തോരൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും അവിടെ റെഡി ആവുന്നുണ്ട്. അങ്ങനെ നമ്മുടെ കോളിഫ്ലവർ തോരൻ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ട്രൈ ചെയ്യുക. വളരെ ടേസ്റ്റാണ്. അത് കഴിഞ്ഞിട്ട് കിച്ചണിൻ്റെ ജോലിയൊക്കെ കഴിഞ്ഞു. ഇനി നേരെ ക്ലീനിങ് ആക്കലാണ് ജോലി. ഞാൻ ഇവിടെ ടേബിളൊക്കെ തുടച്ചിട്ട് വീടൊന്ന് ക്ലീൻ ആക്കാൻ പോവുകയാണ്. എല്ലായിടും ഒന്ന് നന്നായിട്ടൊന്ന് തൂക്കാനായിട്ട് തൂത്തോണ്ടിരിക്കുകയാണ് ഞാൻ. കുട്ടികളുടെ ടോയ്സൊക്കെ അവിടെ ഇവിടെയായിട്ട് വാരി വലിച്ചിട്ടിട്ടാണ് സ്കൂളിലോട്ട് പോകുന്നത്. അതിനെല്ലാം ഇനി എല്ലായിടത്തും ഒന്ന് ഒതുക്കി വെക്കണം. ക്ലീനിങ്ങും കൂടി കഴിഞ്ഞ് എല്ലാ പരിപാടിയും കഴിയും. പിന്നെ പോയി കുളിച്ചാൽ മാത്രം മതി.
അങ്ങനെ നമ്മുടെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞു, എല്ലാം നീറ്റായിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ് നമ്മൾ ലഞ്ച് കഴിക്കാൻ പോവുകയാണ്. ഇന്ന് മീനില്ലാത്തതുകൊണ്ട് പിന്നെ കറികളൊക്കെയാണ് നമുക്ക് കഴിക്കുന്നത്. ഇന്നൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് അത് അരി ആട്ടാനായിട്ടാണ് ഞാൻ പോകുന്നത്. നാളത്തേക്ക് വേണ്ടിയിട്ട് ദോശമാവൊന്ന് അരയ്ക്കാൻ പോവുകയാണ്. രാവിലെ ഇട്ട് വെച്ചിരുന്നു ഉഴുന്നൊക്കെ. ഉച്ചയ്ക്ക് ചോറൊക്കെ കഴിച്ചിട്ട് തന്നെ അരി ആട്ടി വയ്ക്കും. അങ്ങനെ അരിയൊക്കെ ആട്ടി കഴിഞ്ഞു. ഇനി കുറച്ച് പാത്രം കൂടെ ഉണ്ട് കഴുകാനായിട്ട്. അതും കൂടി കഴിക്കുമ്പോഴത്തേക്ക് ജോലി കഴിഞ്ഞു. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും